അങ്ങനെ നമ്മുടെ നിധി ഗോപി സാറിൽ നിന്ന് സത്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗോപി സാർ ഒന്നും പറയാൻ കൂട്ടാക്കണില്ല. അപ്പോഴേക്കാണ് ഗോപി സാറിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. ഉദ്യോഗസ്ഥൻ വരുമ്പോൾ നമ്മുടെ ഗോപി സാർ വേഗം നീക്കുന്നുണ്ട്. ഇതാരെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കല്യാണം നടത്തി കൊടുത്തില്ലേ അവരാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ചോദിക്കുന്നത് സാറ് ഞങ്ങൾ ഡൈവേഴ്സിന് അപ്ലൈ ചെയ്യണത് ഇവിടെ എങ്ങനെ അറിയണേ എനിക്കൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എന്താ കുട്ടി പറയണത്, നിങ്ങൾ ഡൈവേഴ്സ് ചെയ്താലും നിങ്ങൾ ഒന്നിച്ച് കല്യാണം കഴിച്ചാലും ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾ ഇവിടുന്ന് ആരെയും അറിയിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. ആ പോലീസുകാരൻ നമ്മളെ ഗോപി സാറിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ ആ ഗോപി സാർ പറയുന്നുണ്ട് സാറേ സുധീഷാണ് എന്നെ ഇതൊക്കെ വിളിച്ച് അറിയിച്ചത്, സുധീഷാണ് അവന് ഇവിടെ ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞത്, രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടു തരുമോ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിധിയാണെങ്കിൽ ആകെ ഞെട്ടിട്ടുണ്ട്. പിന്നെ അവസാനം നിധിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് സാർ ഞാൻ ഒന്നും കൂടി ചോദിക്കുകയാണ്, ഞങ്ങളുടെ കല്യാണം ആധാർ ഇല്ലാതെ എങ്ങനെ രജിസ്റ്റർ ആയതെന്ന് ചോദിക്കട്ടെ. എന്താ കുട്ടി പറയണത്, സുധീഷ് അല്ലേ എൻ്റെ കയ്യിൽ ആധാർ നിൻ്റെ തന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നിധി ഇങ്ങനെ കല്യാണം കഴിഞ്ഞതും അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വല്ലാതെ മനസ്സ് വിഷമിച്ച് ഇങ്ങനെ നടന്നു പോണ സമയത്താണ് നമ്മുടെ നിധിയുടെ മാനേജർ വന്ന് പറയുന്നത് എന്തോടോ ഞാൻ നിന്നെ 2 പ്രാവശ്യം ഫോൺ വിളിച്ചല്ലോ നീ എടുത്തില്ലല്ലോ. സാറേ ഞാൻ ഓരോന്ന് ആലോചിച്ച് നടന്നു പോവുകയാണ് പറഞ്ഞത്, നീ കയറ് ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. ഇല്ല സാറേ ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തല്ലേ ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയുമ്പോൾ നീ ഇങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞിട്ട് കയറി കാറിൽ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കണം. നമ്മുടെ നിധിക്കാണെങ്കിൽ മനസ്സ് മുഴുവനും ഇവിടെ അല്ല, മനസ്സ് മുഴുവൻ സുധീഷ് ചെയ്ത ചതിയെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് അയാൾ പറയണത് എന്താണ് ഇവിടെ നിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, എനിക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യണത് എൻ്റെ കുടുംബക്കാർക്ക് ആർക്കും ഇഷ്ടമല്ല, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണെന്ന് പറയണ്ട, അതൊക്കെ വിട്ട് കളയെന്നൊക്കെ പറഞ്ഞു. ഇവിടുത്തെ റിലേറ്റീവൊക്കെ നിന്നോട് സ്നേഹത്തിലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ റിലേറ്റീവ് എല്ലാവരും എന്നോട് നല്ല സ്നേഹത്തിലാണെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. വീടെത്താറാകുമ്പോൾ നമ്മുടെ നിധി പറഞ്ഞ് എന്നെ ഇവിടെ ഇറക്കി വിട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിയുടെ മാനേജർ ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഇവിടെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ, ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടണമെന്നുണ്ടോ ചോദിച്ചാൽ ഇല്ല ഒരു കുഴപ്പമില്ല വീട്ടിലേക്ക് വന്നോളൂ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഇറക്കി വിട്ടിട്ട് നമ്മൾ ആ മാനേജർ പോകാൻ പുറപ്പെടുമ്പോൾ പറയുന്നുണ്ട് സാർ ഏതായാലും ഇതുവരെ വന്നില്ല, എന്നാൽ ഒരു ഗ്ലാസ് ചായ കുടിച്ച് പോകാൻ പറഞ്ഞു. നിധി ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അപ്പോഴേക്ക് അവിടെ നിധിക്ക് വേണ്ടി എല്ലാവരും ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ബലൂണും ഒക്കെ കെട്ടിയിട്ട് വീട് മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും അയാൾ ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ കൈയൊക്കെ കൊടുത്തിട്ട് പറയുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത്. നമ്മുടെ സുധീഷിനാണെങ്കിൽ ദേഷ്യം വരുന്നത് ഏട്ടനും മുണ്ടാതിരുന്നൂടെ അയാൾ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, എനിക്കാണെങ്കിൽ നിധിയോട് പറയാണ്ട് എൻ്റെ പ്രേമം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അയാൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ല സ്വാദുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കണത് നമ്മളെ സുധീഷിനെ നിധി വിളിച്ചിട്ട് പറഞ്ഞ് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സുധീഷിൻ്റെ മനസ്സ് മുഴുവൻ വിചാരിക്കണത് നമ്മുടെ നിധി സുധീഷിനോടുള്ള പ്രേമം തുറന്ന് പറയാനാണെന്ന്. പക്ഷെ അതല്ല, നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യമുണ്ട് നമ്മുടെ സുധീഷിനോട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.